വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ ഡിവിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മൈറ്റോസിസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, മൈറ്റോസിസ്, മിയോസിസ് എന്നീ രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. അതിൽ മൈറ്റോസിസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാം. അപ്പം എന്താണ് മൈറ്റോസിസ് എന്നതിന് ഒരു ഡെഫിനിഷൻ. Mitosis is a cell division that results in two daughter cells with the same number of chromosomes as the parental cell. അതായത് മൈറ്റോസിസ് എന്ന് പറയുമ്പം ഈക്വൽ ഡിവിഷൻ ആണ്. പാരന്റിൽ എത്ര ക്രോമസോം ആണോ ഉള്ളത് അതിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്ന രണ്ട് ഡോട്ടർ ക്രോമസോമിനും ഉള്ളത്. അപ്പോൾ ഇത് N ആണെങ്കിൽ ഇതും N ആയിരിക്കും. മറിച്ച് അത് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ 2N ആണെങ്കിൽ ഡോട്ടറും 2N ആയിരിക്കും. അതാണ് സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാകുന്ന രണ്ട് ഡോട്ടർ സെല്ലിലും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനാണ് മൈറ്റോസിസ് അല്ലെങ്കിൽ ഈക്വൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈറ്റോസിസിന് മെയിൻലി 5 സ്റ്റേജസ് ആണ് ഉള്ളത്. അപ്പോൾ മൈറ്റോസിസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജും കൂടി ഉണ്ട്. അപ്പം നമ്മൾ സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ ഒരു പറയുന്ന ഫേസ് ആണ് ഇന്റർഫേസ്. അപ്പോൾ ഇന്റർഫേസ് കഴിഞ്ഞ പാടാണ് നമ്മുടെ മൈറ്റോസിസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 സ്റ്റേജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഇന്റർഫേസ്. അതായത് നമ്മളുടെ ആ ഒരു സെല്ല് ഗ്രോത്ത് നടന്ന് സെൽ ഡിവിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഇവിടെയാണ് DNA റെപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്നത്. DNA നിന്നാണ് നമ്മൾ ക്രോമസോമിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ടേമും കൂടി അവിടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഒന്നാമത്തത് ഇന്റർഫേസ്. ദെൻ നെക്സ്റ്റ് വരുന്ന, അതായത് മൈറ്റോസിസിലെ എക്സാക്ട്ലി വരുന്ന ഒരു സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ് അല്ലെങ്കിൽ ദെൻ പ്രോഫേസ്. അതിന് തൊട്ട് അടുത്ത് വരുന്നതാണ് പ്രോ മെറ്റാഫേസ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടിയുള്ള ഒരു പിക്ചറാണ് ഇത് ഇവിടെ കൊടുത്തേക്കുന്നത്. രണ്ടും കൂടിയിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ആദ്യത്തെ 2 പോയിന്റ് പ്രോഫേസിൻ്റെതും ഈ 2 എണ്ണം എന്ന് പറയുന്നത് പ്രോ മെറ്റാഫേസിൻ്റെതും ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പ്രോഫേസിൽ നടക്കുന്നത്? ഒരു സെല്ല് ഉണ്ടെങ്കിൽ ആ സെല്ലിൽ ക്രോമസോംസ് ഉണ്ടായിരിക്കും. ക്രോമസോംസ് ഇങ്ങനെ ക്രോമസോംസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ക്രോമസോംസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. പിന്നെ ഈ സെൻട്രിയോൾസ് സെപ്പറേറ്റഡ്. സെൻട്രിയോൾ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഇതാ ഈ കാണുന്ന ആളാണ് സെൻട്രിയോൾ. ഇന്റർഫേസിൽ ഇവിടെയും ആയിരിക്കും സെൻട്രിയോൾസ് ഉണ്ടായിരിക്കുക. ആ ഒരു പ്രോഫേസിലേക്ക് വരുമ്പോൾ അത് 2 പോൾസിലേക്ക്, ഒരു സെൻട്രിയോൾ ഈ ഒരു പോളിലും ഒരു സെൻട്രിയോൾ ഈ ഒരു പോളിലും 2 പോൾസിലേക്ക് അവ മാറും. അതാണ് പ്രോഫേസിലേക്ക് നടക്കുന്നത്. അപ്പോൾ പ്രോഫേസിൽ എന്താ നടക്കുന്നത്? ഒന്നുമില്ല, അവിടെ ഒരു സെല്ല്, നമ്മുടെ ഒരു സെല്ലിൽ ക്രോമസോംസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. ഓക്കെ, ക്രോമസോംസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഇതാണ് ക്രോമസോംസ്, 2 ഇതായിട്ട് വരക്കണം. പിന്നെ നമ്മുടെ സെൻട്രിയോൾസ് 2 പോൾസിലേക്ക് മാറും. ഓക്കെ, പ്രോഫേസിൽ. തൊട്ടടുത്ത പ്രോ മെറ്റാഫേസിൽ എന്ത് സംഭവിക്കും? ഈ ന്യൂക്ലിയർ എൻവലപ്പ്, ഈ ഒരു ക്രോമസോം ഉണ്ടായിരിക്കുക ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാണ് ക്രോമസോം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ എൻവലപ്പ് പതിയെ എന്താവും? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അതില്ലാണ്ടാകാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രോമസോംസ് പതിയെ മൂവ് ചെയ്യും. ഇപ്പം ഇങ്ങനെ പരക്കി കിടക്കുന്ന, റാൻഡമായിട്ട് കിടക്കുന്ന ക്രോമസോംസ് ഏകദേശം ഒരു മെറ്റാഫേസിക് പ്ലേറ്റിൽ അടുത്ത സ്റ്റേജിന് വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പം നമ്മളുടെ സെൻട്രിയോളിൻ്റെ അകത്ത് മെല്ലനെ നമ്മൾ സ്പിൻഡിൽ ട്യൂബ്യൂള് അറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ആ ഒരു സ്റ്റേജാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താ? കുറേ ക്രോമസോംസ് ഇങ്ങനെ ആ ഒരു മെറ്റാഫേസിക് പ്ലേറ്റിൽ അലൈൻ ചെയ്യും. സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുറച്ച് റാൻഡമായിട്ട് അലൈൻ ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു വട്ടം കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ മെമ്പറിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തെന്ന് കാണിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ സെൻട്രിയോൾസ്. അപ്പുറത്തും ഇപ്പുറത്തും അവിടുന്ന് കുറേ സെൻട്രിയോൾസ് കൈനറ്റോകോഴ്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. അതായത് ക്രോമസോംസ് ഒരു മെറ്റാഫേസിക് പ്ലേറ്റിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. 2 സെൻട്രിയോൾസും 2 പോൾസിലേക്ക് പോകും. പ്രോഫേസ് ആൻഡ് പ്രോ മെറ്റാഫേസ്. ദെൻ മെറ്റാഫേസ്. മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ക്രോമസോംസ് ഒക്കെ സെയിം ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഇങ്ങനെ, ഈ ഒരു പ്ലേറ്റ് ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റാഫേസിക് പ്ലേറ്റ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പിൻഡിൽ ട്യൂബറിൽ സെൻട്രിയോൾസിൽ നിന്ന് വരുന്ന സ്പിൻഡിൽ ട്യൂബേഴ്സ് ആണ് ഈ ഒരു മൈക്രോ ട്യൂബിൾസ് എന്ന് പറയുന്ന ഒരു സ്പിൻഡിൽ ട്യൂബേഴ്സ് ആണ് ഈ ഒരു നീല കളറിൽ, ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത്. അത് എവിടെയാണ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മളുടെ ക്രോമസോം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണൊരു ക്രോമസോം എന്ന് വിചാരിക്കുക.
ക്രോമസോമിന്റെ സെന്ററിൽ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോമിയർ. ആ സെൻട്രോമിയറിലുള്ള ഒരു ഭാഗമാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു കൈനറ്റോകോറിലായിരിക്കും. സ്പിൻഡിൽ ഫൈബേഴ്സ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ക്രോമസോംസ് ആർ ഫുള്ളി കണ്ടൻസ്ഡ്. ഇവിടെയുള്ള ക്രോമസോംസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് മെറ്റാഫേസ്. ക്രോമസോംസ് ഒരു മെറ്റാഫേസിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നതാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനാഫേസ്. അനാഫേസ് എന്ന് പറയുമ്പോൾ ഈ ക്രോമസോംസിലെ ആ ക്രോമസോംസിൽ നമ്മൾ എന്താ, ഒരു ക്രോമസോംസിൽ 4 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ, അത് ഇവിടുന്ന് അങ്ങ് സ്പ്ലിറ്റ് ആകും. എന്നിട്ട് 2 എണ്ണം മുകളിലുള്ള പോളിലും 2 എണ്ണം താഴെയുള്ള പോളിലും ഓരോരോ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നാണ് ഇതിനെ പറയുക. ഇതിനെ ഓരോന്നിനും നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ഡോട്ടർ ക്രോമസോംസ് ആയിട്ടും ഈ ഒരു ഇതിനെയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താ ബ്രേക്ക് ചെയ്തിട്ട് 2 ഡോട്ടർ ക്രോമസോംസ് ആയിട്ട് മാറും. ക്രോമാറ്റിഡ്സ് ബ്രേക്ക് ചെയ്തു 2 ഡോട്ടർ ക്രോമസോംസ് ആയിട്ട് മാറി. അവ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പിൻഡിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവ സെൻട്രിയോൾസിലേക്ക്, അതായത് ഈ ഒരു പോൾസിലേക്ക് അവ പുള്ളി അവയെ വലിക്കും. അങ്ങനെയാണ് ഈ ഓരോ ഡോട്ടർ ക്രോമസോംസും 2 പോൾസിലേക്ക് പോകുന്നത്. അപ്പോൾ മെറ്റാഫേസിൽ എന്തായി, ക്രോമസോംസ് ഒക്കെ അറേഞ്ച് ചെയ്യും. ഒരു മെറ്റാഫേസിക് പ്ലേറ്റിൽ, ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അനാഫേസ് ആകുമ്പോൾ ഒരു സ്പിൻഡിൽ ഫൈബർ കണ്ടൻസ് ചെയ്തിട്ട് ചുരുങ്ങിയിട്ട് അത് ബേക്കോട്ടേക്ക് വലിക്കും. വലിക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡോട്ടർ ക്രോമസോംസ് ആയിട്ട് മാറും. അത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകാൻ തുടങ്ങും. അതാണ് അനാഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈസ് ടീലോഫേസ്. അതായത് ഈ ഒരു നമ്മളൊരു സെല്ലാണെങ്കിൽ അനാഫേസ് വഴി 2 പോൾസിലേക്കും പോയ ആൾക്കാർ 2 സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഒരു 4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു അത് 4 എണ്ണം 2 സ്ഥലത്തായിട്ട് നിൽക്കും. അപ്പോൾ പതിയെ എന്താ, ന്യൂക്ലിയർ എൻവലപ്പ് റീഫോം ചെയ്യും. 2 സ്ഥലത്തും ന്യൂക്ലിയർ എൻവലപ്പ് ഇവിടെ കണ്ടോ, ന്യൂക്ലിയർ എൻവലപ്പ് റീഫോം ചെയ്തിട്ടുണ്ടാവും. സെൻട്രിയോൾസ് 2 പോൾസിലേക്ക് തന്നെ വരും. ന്യൂക്ലിയോലൈ അപ്പിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു റൗണ്ട് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിലുള്ള സാധനങ്ങളൊക്കെ പിന്നെയും അപ്പിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇന്റർഫേസിലുള്ള പോലൊരു സ്ട്രക്ചർ വരാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ഇന്റർഫേസിൽ ഒറ്റയൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തുണ്ട്, 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിനെ ഡിവൈഡ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. സൈറ്റോപ്ലാസത്തിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു സെല്ല്. ആ ഒരു സെല്ലിൻ്റെ അകത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്രൂവ് ഇങ്ങനെ ഫോം ചെയ്ത് അത് ഉള്ളിലേക്ക് കയറി ഇവിടുന്ന് മൊത്തത്തിൽ അങ്ങ് ബ്രേക്ക് ചെയ്യും. സൈറ്റോപ്ലാസത്തിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സൈറ്റോപ്ലാസം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സെൽ മെംബ്രെയിനും സ്പ്ലിറ്റ് ചെയ്യും, സെൽ ഓർഗനൽസും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 2 ഡോട്ടർ സെല്ലിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ സെൽ, ഒരു പാരന്റൽ സെൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് സൈറ്റോകൈനസിസ് എത്തിയപ്പോഴും 2 ഡോട്ടർ സെല്ലായിട്ട് മാറി. ഇതിനെയാണ് മൊത്തത്തിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത്. അതായത് പാരന്റ് എത്ര ക്രോമസോം ഉണ്ടോ സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും നമ്മളുടെ ഡോട്ടറിലും ഉണ്ടായിരിക്കുക.